നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കണമെങ്കിൽ ഈ രണ്ട് കാര്യം നമ്മൾ അടിസ്ഥാനമായിട്ട് ശ്രദ്ധിക്കണം. ഒന്നാമതായിട്ട് നമ്മൾ ആരോടാണ് പ്രാർത്ഥിക്കുന്നത്, ആ റബ്ബിനെ പറ്റിയിട്ട്. അള്ളാഹു സുബ്ഹാനഹു ഒരു ഗോത്ര ദൈവമല്ല, ഒരു സമൂഹത്തിലെ ദൈവം മാത്രമല്ല, മറിച്ച് സകല അണ്ടകടാഹങ്ങളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബ്, അർശിന്റെയും കുർസിന്റെയും ഉടമസ്ഥൻ. ആ റബ്ബിന്റെ ആ ഒരു വലിയൊരു വിശാലത നമ്മൾ മനസ്സിലാക്കണം. ആകാശങ്ങളെയും ഭൂമിയെയും ഒക്കെ സൃഷ്ടിക്കുന്നതാണ് ഏറ്റവും വലിയ പാട്, അതോ നമുക്ക് കേവലം ചെറിയ നമ്മുടെ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരം കിട്ടുന്നതാണോ? അത് നമ്മൾ ചിന്തിക്കാം. അപ്പൊ നമുക്ക് റബ്ബിനെ പറ്റി വലിയൊരു പ്രതീക്ഷ ഉണ്ടാവും. രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ക്വാളിറ്റിയാണ്. പ്രാർത്ഥിക്കുന്ന നമ്മൾ അള്ളാഹിനുള്ള കൃത്യമായിട്ടുള്ള ബാധ്യതകൾ, 5 വഖ്ത് നമസ്കാരം, ഹറാമില്ലാത്ത പലിശയില്ലാത്തൊരു ജീവിതമാണ് നമ്മൾ നയിക്കുന്നത്. ആ ഒരു ക്വാളിറ്റി നമ്മൾ ചെക്ക് ചെയ്യണം. അതോടൊപ്പം നമ്മൾ ഏറ്റവും ചെറുതാണ്, റബ്ബിൻ്റെ ഏറ്റവും കുഞ്ഞാണ്. പണവും ഒക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഏറ്റവും ചെറുത് ഒന്നുമല്ല, പാപികളാണെന്നുള്ള ചിന്ത നമുക്ക് ഉണ്ടാകണം. അപ്പൊ നമുക്ക് വിനയം ഉണ്ടാവും. അപ്പോൾ അള്ളാഹിനെ പറ്റിയുള്ള ചിന്ത വരാനായിട്ട് പ്രതീക്ഷയും നമ്മുടെ ക്വാളിറ്റിയെ പറ്റി ചെക്ക് ചെയ്യാനായിട്ട് വിനയവും, ആ പ്രതീക്ഷ പ്ലസ് ആ വിനയം വെച്ച് നോക്കുമ്പോൾ ആ ഒരു പ്രാർത്ഥനയുടെ മധുരം നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുകയും ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുകയും ചെയ്യും.